ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഇടിയൻ ചക്ക കൊണ്ട് നല്ല സ്വാദുള്ള മസാല കൂട്ടാൻ ഉണ്ടാക്കാം. ചക്ക മുറിച്ച് 2 കഷ്ണമാക്കിയിട്ടുണ്ട്. നടുവിലത്തെ ഈ ഭാഗം കളഞ്ഞിട്ട് 2 സൈഡിലുള്ള ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കാം. അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടിയില്ല, ഇത്ര വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി. ചീനച്ചട്ടിയിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി കഷ്ണങ്ങൾ ചേർക്കാം. കഷ്ണം മുങ്ങിക്കിടക്കണത്രയാണ് വെള്ളം ഒഴിച്ചേക്കണം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കഷ്ണത്തിലേക്ക് വേണ്ടത്ര ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട് വേവാൻ വയ്ക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ വെന്തോളും പാകത്തിന്. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഷ്ണത്തിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി വെന്ത് വരട്ടെ. 10 മിനിറ്റായി, വെള്ളം വറ്റിയിട്ടുണ്ട്. കഷ്ണം പാകത്തിന് വെന്തു. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഒന്ന് വഴന്ന് വരട്ടെ. ഇത്തിരി നിറം മാറിയിട്ടുണ്ട്. 6-7 വെളുത്തുള്ളിയും കൂടി ചെറുതായി നുറുക്കിയത് ചേർക്കാം. ഇതും കൂടി വഴറ്റാം. ഇനി ഒരു സബോള ചെറുതായി നുറുക്കിയതും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സബോള വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു മുറി നാളികേരം ചേർത്തിട്ട് ചൂടാക്കാം. ചെറിയ മുറി നാളികേരമാണ്, 1 കപ്പ് ഉണ്ടാവും. ഇതിപ്പോൾ നാളികേരം ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിം ആക്കിയിട്ട് പൊടികൾ ചേർക്കാം. ഒരു ഹീപ്പ് ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ അരപ്പിലേക്ക് വേണ്ടത്ര മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ലോണം ചൂട് നിൽക്കും. അപ്പോൾ വേഗം തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം. നല്ല മയത്തിൽ അരച്ചിട്ടുണ്ട്. ഇത് വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. ഗ്രേവി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കഷ്ണത്തിലേക്ക് മാത്രം വേണ്ടത്ര ഉപ്പേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇനി കറിയിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. എല്ലാം നമ്മൾ ആദ്യമേ വഴറ്റി നാളികേരമൊക്കെ വറുത്ത് അരച്ചെടുത്തതാണെങ്കിലും കഷ്ണങ്ങളുടെ കൂടെ ഒന്ന് തിളയ്ക്കണം. ഒരു 4-5 മിനിറ്റ് തിളയ്ക്കുമ്പോഴേ കഷ്ണങ്ങളിലേക്ക് മസാല പിടിക്കുള്ളൂ. ഗ്രേവി കുറച്ചും കൂടി ലൂസാക്കാം. തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ എല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. 1/2 ടീസ്പൂൺ കടുക്, 10 ചെറിയ ഉള്ളി നുറുക്കിയത്. ഉള്ളി നല്ലോണം വഴന്ന് നിറം മാറണം. ഇനി ഓഫ് ചെയ്തിട്ട് 4 ചുവന്ന മുളക് കഷ്ണാക്കിയത്, 2 തണ്ട് കറിവേപ്പില ഇതുകൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇത് കൂട്ടാനിലേക്ക് ഒഴിക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഇടിച്ചക്ക മസാല കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങൾ സോഫ്റ്റാണ്, മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.